എല്ലാവർക്കും മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് സിമ്പിൾ സൈഡ് ഗ്യാദർഡ് ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആണ്. ഇതിൻ്റെ കാൽക്കുലേഷനും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ക്ലാസ് 1 ആയ പെറ്റിക്കോട്ടും ഇൻട്രൊഡക്ഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാത്തിനെയും ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ബ്ലോഗിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് അടക്കാം. കാൽക്കുലേഷൻ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും നോക്കി മനസ്സിലാക്കാം. ഇതാണ് നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടത്. നമുക്ക് 27 ഇഞ്ച് ഫുൾ ലെങ്ത് വേണം. അതിനോട് 1.5 ഇഞ്ച് കൂട്ടി 28 ഇഞ്ച് ഫുൾ ലെങ്ത് വേണം. ചെസ്റ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് 4 ഭാഗത്തേക്ക് 7.5 ആവശ്യം. നമ്മളിപ്പോൾ ഒരു സൈഡ് ഗ്യാദർഡ് ഫ്രോക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ ഇത് ഫ്രില്ല് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് കട്ട് ചെയ്യണില്ല. അപ്പം നമ്മൾ എടുക്കുമ്പോൾ തുണിക്ക് വീതി ഈ സൈഡിൽ എത്രയാണ്, 3 to 5 നമുക്ക് 15 ഇഞ്ചാണല്ലോ. അപ്പോൾ 15 ഇഞ്ച് നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് 2 സൈഡ് ലെഫ്റ്റും റൈറ്റും 2 സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് 30 ഇഞ്ച് തുണിക്ക് വീതി വേണം. നമുക്കിത് എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന തുണി. ഇവിടെ ഇങ്ങനെ ചെറിയൊരു വർക്കുള്ളതുകൊണ്ട് ഇതിന് ബോട്ടം അടിഭാഗത്തേക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇങ്ങനെയുള്ളൊരു തുണിയാണ്, ഒരു പഴയൊരു സാരിയാണ്. ആ സാരിനെ ഞാൻ കറക്റ്റായിട്ട് എനിക്കിപ്പോൾ ഒരു സൈഡിലേക്ക് 15 എന്ന രീതിയിൽ 30 ഇഞ്ച് വേണമല്ലോ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാരിന്ന് 30 ഇഞ്ച് വീതി വരുന്ന തുണി, 2 തുണി എന്ന രീതിയിൽ ഞാൻ അളന്നെടുത്തത്. ഇത് ഒരു സൈഡിലേക്ക് എനിക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് എനിക്ക് 30 വേണം, ബാക്കിലേക്ക് 30 വേണം. 60 ഇഞ്ച് വീതി വരുന്ന തുണി എടുത്തു. നീളം എനിക്ക് വേണ്ടത് 28 ഇത് കറക്റ്റ് 28 ഉണ്ട്. അങ്ങനെയുള്ളത് തുണി എടുത്തു. അതിന് 2 ആക്കി ഞാനിങ്ങനെ മടക്കി 2 ആക്കി മടക്കിയിട്ട് അതിന് വീണ്ടും ഞാൻ ഒന്നും കൂടി മടക്കി. കണ്ടോ, കൂടി അളന്ന് കാട്ടിത്തരാം. ഇവിടുന്ന് ഇവിടത്തോളം വരെ കറക്റ്റ് 28 ഉണ്ട്. ഇവിടുന്ന് ഇവിടത്തോളം വരെ എനിക്ക് 15 ഇഞ്ച് ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തുമ്പോൾ ആദ്യം ഞാൻ അടയാളപ്പെടുത്തുന്നത് ഷോൾഡറാണ്. ഷോൾഡർ എന്ന് പറഞ്ഞാൽ 0 to 9 എനിക്ക് 4 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ 4 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞാൽ നെക്ക് വെടുത്ത് 0.11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഇഞ്ച് ഞാനിവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. നെക്ക് ഡെപ്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 11-12 വരുന്നത് 3.5 ഇഞ്ച്. ഞാൻ ഇവിടെ 3 അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതിവിടെ വരും. ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെയും വരച്ചു. അത് കഴിഞ്ഞ് ആം ഹോൾ വരുന്നത് 9-10 4 ഇഞ്ചാണ്. ഇവിടെ നിന്ന് ഞാൻ 4 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി. ഇവിടുന്ന് ഷോൾഡറിൻ്റെ 4 എവിടെ വരണം നോക്കി അത് അടയാളപ്പെടുത്തിയിട്ട് ഇതും ഇതേപോലെ തന്നെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത് 0 to 3 ആണ്. വേസ്റ്റ് ലെങ്ത് 8.5 വരുന്നുണ്ട്. ഞാൻ 8.5 അടയാളപ്പെടുത്താണ്. അതിനോട് ഒരു 1/2 ഇഞ്ചും കൂടി നമുക്ക് എക്സ്ട്രാ വേണുണ്ട്. കാരണം മുകളിൽ ഒരു 1/2 ഇഞ്ച് അടിച്ചു പോകില്ല. അപ്പം എനിക്ക് 8.5 9 ഇഞ്ച് എടുത്തോളൂ. ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് പറയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 9 ഇഞ്ച് അടയാളപ്പെടുത്തി. ഞാൻ അടയാളപ്പെടുത്തുന്നതൊക്കെ തുണിയുടെ കൊള്ളില്ലാത്ത ഭാഗത്താണ് അടയാളപ്പെടുത്തുന്നത്. 9 ഇഞ്ച് വരും. 9 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ ഉള്ളത് ഈ 3 to 4 എന്ന് തന്നെയാണ് 0 to 2 നമുക്ക് 7.5 കിട്ടിയിട്ടുണ്ട്. അതായത് കയ്യിൽത്തുമ്പടക്കം നമുക്ക് 7.5 കിട്ടിയിട്ടുണ്ട്. ആ 7.5 ഞാൻ അടയാളപ്പെടുത്താണ്. ഇവിടുന്ന് ഇവിടത്തോളം വരെ 7.5 വരും.
അപ്പം അതേ മുകളിലും കൂടി അടയാളപ്പെടുത്തി. ഇവിടെ വരും 7.5. ഞാനിതൊരു ബോക്സ് പോലെ വരയ്ക്കുകയാണ് മനസ്സിലാവാൻ വേണ്ടി. ഇത്രയാണ് നമുക്ക് തുണി ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഇത്ര എടുത്തേക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചുരുക്കിടാൻ വേണ്ടിയാണ്. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 84 നമുക്ക് എത്ര കിട്ടിയാണ് 3.5 ഇഞ്ച് ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനിപ്പോൾ ഇതൊരു ബോക്സ് പോലെ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട. ഇത്രയും തുണികൾ ചുരുക്കി നമുക്ക് ഇവിടെ വരണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നിർത്തണം. മനസ്സിലായില്ലേ? വേണമെന്നുണ്ടെങ്കിൽ തുമ്പിലും വേണം നമുക്കൊരു 1 ഇഞ്ച് വേണമെങ്കിൽ കയറ്റി നമുക്ക് വെട്ടിക്കളയാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൂങ്ങി പോകണ്ടെന്നുള്ള രീതിയിൽ 1 ഇഞ്ച് ഞാൻ കയറ്റി അടയാളപ്പെടുത്തി. ഇതിന് ഈ ടേപ്പിന് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് അടയാളപ്പെടുത്തി ഇങ്ങനെ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഇത്രയാണ് ഉള്ളത്. പിന്നെ ഇത് ചെറിയൊരു കയറ് വരയ്ക്കണം. കയറ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിയെ 2ആക്കി മടക്കി ഇവിടെ അടയാളം പെടുത്താം. അതുപോലെ തന്നെ ഇതിനെയും 2ആക്കി മടക്കി ഇത് ഇവിടെ അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇങ്ങോട്ട് വേണം കയറി വരയ്ക്കാൻ. അതുപോലെ തന്നെ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം ശരിക്കും വരുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തേക്കുന്നത്. ഇവിടെ എവിടെയാണ് 6 ഇഞ്ച് വരണമെന്ന് നോക്കാം. 6 ഇഞ്ച് വരുന്നത് ഇവിടെയാണ്. അപ്പം നമ്മൾ കൈക്കുഴിയുടെ ഈ കയറി വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണം. ഒന്നെങ്കിൽ നമുക്ക് ഫ്രഞ്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം വാങ്ങാനായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്കൊണ്ട് വരയ്ക്കാം. ഇങ്ങനെ ചെരിച്ച് എപ്പോഴും തുടക്കക്കാരെ എപ്പോഴും കൈകൊണ്ട് വരച്ച് പഠിച്ചതിന് ശേഷമൊക്കെ ഫ്രഞ്ച് കയറുമൊക്കെ വാങ്ങേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഒരു പൊടിക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് വേണമെങ്കിൽ കയറ്റി ഒരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണം കേട്ടോ. ഇങ്ങനെ വരച്ച് ഇവിടെ നിന്ന് നേരിട്ട് വരയ്ക്കണം എന്നല്ല പറയണേ, അതിൻ്റെ ഉള്ളിൽ വേണം കയറി വരാനെന്ന് ഉദ്ദേശിച്ചു കേട്ടോ. ഇവിടെ വരണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകരുത്. നമുക്ക് ഇന്നത് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ കട്ട് ചെയ്യുന്നത് താഴ്ഭാഗത്തു നിന്നാണ്. ഇനി ഇതിനിങ്ങനെ അടക്കിയിടാം. അടക്കി നിർബന്ധമൊന്നുമില്ല, കാരണം കയ്യിൽ നിന്ന് ഇതായി പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ നെക്ക് കട്ട് ചെയ്യാണ്. പിന്നെ 2 വിരലുകൊണ്ട് പിടിക്കാം കേട്ടോ, എന്നാലും കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതോടെ തന്നെ ഇവിടെയും ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. പക്ഷെ നമുക്ക് കട്ട് ചെയ്യേണ്ടത് എവിടത്തോളം വരെയാണ്? ഈ പോയിന്റ് വരെയാണ് കട്ട് ചെയ്യാനുള്ളത്. നമുക്ക് ഇനി ആ പോയിന്റ് വരെ കട്ട് ചെയ്യാം. ഇവിടെ വേണ്ട, ഈ പോയിന്റ് വരെ നമ്മൾ കട്ട് ചെയ്തു. ചെറിയൊരു മിസ്സിങ് പറ്റിയിട്ടുണ്ട്. നമുക്ക് 3.5 നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണല്ലോ, അവിടെ നിന്നല്ല അടയാളപ്പെടുത്തേണ്ടത്. നമ്മൾ ഇവിടെ ഒരു തയ്യൽ തുമ്പായാൽ നമുക്കൊരു 1.5 ഇഞ്ച് ഇവിടെ വരുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് വേണം 3.5 അടയാളപ്പെടുത്താനായിട്ട്. ഇവിടെ നിന്ന് ഈ തയ്യൽ തുമ്പ ഇവിടെ വരണം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെച്ച് 3.5 അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ 3.5യുടെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ട് ചെയ്യുമ്പോൾ 4-5 ഇഞ്ചോളം അടയാളപ്പെടുത്തിയാലും മതിയുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് 5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടത്തോളം വരെ നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഈ ഫ്രില്ല് മൊത്തം, ഈ തുണി മൊത്തം ചെറിയ ചെറിയ ചുരുക്കമായിട്ട് നമുക്ക് ഇവിടത്തോളം വരെ കിട്ടുള്ളൂ.
അപ്പോൾ അതും കൂടി ഉണ്ട്. ഞാൻ അടയാളപ്പെടുത്തിൽ ചെറിയൊരു മിസ്സിങ് വന്നിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതെ ഇവിടത്തോളം വരെ കട്ട് ചെയ്യണം കേട്ടോ. കണ്ടോ? എന്നാലാണ് നമുക്ക് ചെറിയ ചുരുക്കിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്കാണ്. അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഈ 8 to 4 എന്ന് വരുന്നത് മൊത്തം നമുക്ക് 5 ഇഞ്ചാണ് വരുന്നത്. ഈ 3.5യുടെ കൂടെ, അതായത് 4 to 8 3.5 ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി ആഡ് ചെയ്ത് 5 ഇഞ്ചോളം വെച്ച് വേണം അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. എൻ്റെ ഭാഗത്ത് നിന്നും ചെറിയൊരു മിസ്റ്റേക്കാണ്. ഇനി ഇതിൽ ചെയ്യാനുള്ളത് നമുക്ക് ബാക്കിൽ വള്ളി പിടിപ്പിക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും കൂടി ഉണ്ട്. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ബ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്